തൃശൂരിലും വോട്ട് ക്രമക്കേട് ആരോപണം ചൂടുപിടിക്കുകയാണ്. LDFന്റെ സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ ഉയർത്തിയ ആരോപണത്തെ പിന്തുണച്ച് തൃശൂർ DCC രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് BJP പട്ടികയിൽ വോട്ട് ചേർത്തെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. തൃശൂരിൽ താമസമില്ലാതിരുന്നിട്ടും സുരേഷ് ഗോപിയും കുടുംബവും വോട്ട് തൃശൂരിൽ ചേർത്തു. സുരേഷ് ഗോപി താമസിച്ചിരുന്ന വീട് തെരഞ്ഞെടുപ്പിന് ശേഷം മുംബൈയിലെ വ്യക്തിക്ക് കൊടുത്തു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന് പുറത്തുള്ള ആളുകളെ ചേർത്തു എന്നത് വസ്തുതയാണെന്നും DCC പ്രസിഡന്റ് ആരോപിച്ചു. 11 വോട്ടുകളാണ് അദ്ദേഹം ഭാരത് ഹെറിറ്റേജ് എന്ന് പറയുന്ന വീട്ടുപേരിൽ വീട്ടു നമ്പർ 10/219/2 അതായിട്ട് അദ്ദേഹം വോട്ട് ചേർത്തിയത്. ആ വോട്ടെടുപ്പിന് ശേഷം ഈ വീട് ബോംബെ ബേസ്ഡ് ഒരു പാർട്ടിക്ക് കൊടുക്കുകയും ഇപ്പം ആ വീട്ടിൽ ഇവരാരും താമസമില്ല. ഒരു തെരഞ്ഞെടുപ്പിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ കുടുംബവും തൃശ്ശൂരിൽ വന്ന് വോട്ട് ചേർക്കുകയും പിന്നീട് അതിനുശേഷം അവിടെ നിന്ന് മാറിപ്പോവുകയും ചെയ്യാം. വോട്ടർ പട്ടികയിലെ പൊരുത്തക്കേട് അന്നത്തെ കലക്ടറെ അറിയിച്ചിരുന്നുവെന്ന് LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ പറഞ്ഞു. പരാതി നൽകിയിരുന്നില്ല എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ വാദം സുനിൽകുമാർ തള്ളി. ഈ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ പല മണ്ഡലങ്ങളിലും മറ്റ് മണ്ഡലങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകൾ വോട്ട് ചേർത്തതായിട്ടുള്ള പരാതി അന്ന് തന്നെ ഞങ്ങൾ ഉയർത്തി. സ്ഥാനാർത്ഥി എന്ന നിലയിൽ എൻ്റെ ചീഫ് ഇലക്ഷൻ ഏജന്റായിരുന്ന ശ്രീ KP രാജേന്ദ്രൻ അദ്ദേഹം കൊടുത്തിട്ടുള്ള പരാതികളുടെ ഒരു കോപ്പി ഞാൻ പല പത്രക്കാർക്കും എന്നോട് ചോദിച്ച പത്രക്കാർക്കും അയച്ചു കൊടുത്തു. അത് 25/3/2024 ഒരു പരാതി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ പരാതി കുറച്ചും കൂടെ സ്പെസിഫിക് ആയി ആളുകളുടെ പേരുകൾ സഹിതമുള്ള രണ്ടാമത്തെ പരാതി ഞങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തു 25/4/2024. മൂന്നാമത്തെ പരാതി ഞങ്ങൾ പിന്നീട് 26/4/2024 വീണ്ടും ആ പരാതി അത് സമാനമായ പരാതികൾ ഞങ്ങൾ കൊടുക്കുകയുണ്ടായി. അപ്പോൾ പരാതി കൊടുത്തിട്ടില്ല എന്ന് നമ്മുടെ ചീഫ് ഇലക്ഷൻ ഓഫീസറുടെ ഈ ആക്ഷേപം അടിസ്ഥാനരഹിതവും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ കാര്യമാണ്. ഈ തൃശ്ശൂർ സൂരജ് സജി ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി ടെലിഫോൺ ലൈനിൽ. സൂരജ്, രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട ക്രമക്കേട് ആരോപണം, വോട്ടെടുപ്പ് ക്രമക്കേട് ആരോപണം, അതിന് പിന്നാലെ VS സുനിൽകുമാർ, തൃശ്ശൂരിലെ LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ രംഗത്ത് വരുന്നു. അതേ സമാനമായ സംഭവം തൃശ്ശൂരിലും ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. അതിൽ ചില തെളിവുകളടക്കം കഴിഞ്ഞ ദിവസം പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അവിടെ കോൺഗ്രസ് നേതൃത്വം, ജില്ലാ കോൺഗ്രസ് നേതൃത്വവും സുനിൽകുമാറിനൊപ്പം അതേ ആരോപണം ഉയർത്തി രംഗത്ത് വരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ചില തെളിവുകളടക്കം അവരും കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് ഇതിൽ ഒരു വ്യക്തത? നിലവിൽ പരാതി നൽകിയിട്ടില്ല എന്നൊക്കെയുള്ള കമ്മീഷണറുടെ വാദമൊക്കെ VS സുനിൽകുമാർ തള്ളുന്നുണ്ട്. കൃത്യമായി ഏതൊക്കെ തീയതികളിൽ പരാതി നൽകി എന്നതടക്കമുള്ള രേഖകളുമായിട്ടാണല്ലോ ഇന്ന് സുനിൽകുമാർ മാധ്യമങ്ങളെ കണ്ടത്. പ്രജിൻ, തൃശൂരിലെ വോട്ട് ക്രമക്കേട് ആരോപണം കൂടുതൽ കടുക്കുകയാണ്. ഇന്ന് രാവിലെ സുനിൽകുമാറിന്റെ പിന്തുണയുമായി DCC നേതൃത്വം രംഗത്തെത്തുന്ന കാഴ്ചയാണ് ഉണ്ടായതെങ്കിൽ ഉച്ചയ്ക്ക് സുരേഷ് ഗോപിയെ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു ആക്രമണത്തിലേക്ക് തൃശൂർ DCC കടന്നു. സുരേഷ് ഗോപിയുടെയും ബന്ധുക്കളുടെയും പേരിൽ 11 വോട്ടുകൾ ഈ ഒരു വീട്, അതായത് അദ്ദേഹം നൽകിയ അഡ്രസ്സിന്റെ പേരിൽ ഒരു വോട്ട് ചേർക്കുന്നു. പക്ഷേ ആ വീട് പിന്നീട് ഒരു ബോംബെ ബേസ്ഡ് കമ്പനിക്ക് കൈമാറി എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ സുരേഷ് ഗോപി താമസമില്ലാത്ത വീട്ടിൽ കുടുംബാംഗങ്ങളുടെ പേരിൽ പോലും വോട്ട് ചേർത്തു എന്നുള്ളതാണ് DCC ഉന്നയിക്കുന്ന ആരോപണം. അതോടൊപ്പം തന്നെ ഒരു ബൂത്തിൽ 25 മുതൽ 40 വോട്ടുകൾ വരെ BJP ഇത്തരത്തിൽ കൃത്രിമമായി ചേർത്തു എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സമീപ മണ്ഡലങ്ങളിൽ നിന്നുള്ള ആളുകളെയാണ് ഇത്തരത്തിൽ ഈ ക്രമക്കേടിന്റെ ഭാഗമായി വോട്ടർമാരായി എത്തിച്ച് വോട്ട് ചേർത്ത് തൃശ്ശൂരിൽ വോട്ട് ചെയ്തതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. അന്ന് തന്നെ പരാതിപ്പെട്ടെങ്കിലും അവിടെയും കളക്ടറുടെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായില്ല എന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നു. അതിന് പിന്നാലെയായിരുന്നു VS സുനിൽകുമാർ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ നൽകിയ വാർത്താക്കുറിപ്പിന് വിശദീകരണവുമായി രംഗത്തെത്തിയത്. സുനിൽകുമാർ ചൂണ്ടിക്കാണിക്കുന്നത് ജനുവരിയിലാണ് ആദ്യഘട്ട പട്ടിക ഇറങ്ങുന്നത്. അതിനുശേഷമാണ് BJP ഈ ക്രമക്കേട് നടത്തുന്നത് എന്നുള്ളതാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അടക്കം കടന്നാക്രമിക്കുന്ന ഒരു സമീപനത്തിലേക്ക് സുനിൽകുമാറും ഇന്ന് പോയി. പ്രജിത്ത്, സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ.